ദൈവം നടത്തുന്ന ഉണർവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വശത്ത് വലിയ ശക്തിയേറിയ ഒരു ഉണർവ് കാണാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ പറഞ്ഞുകൊണ്ട് വന്നു, 1970 മുതൽ 1980 വരെ ഇന്ത്യയിൽ ഒരു ഉണർവുണ്ടായി. ആ ഉണർവിൽ തെക്കേ ഇന്ത്യ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും പങ്കെടുത്തില്ല. അവരെ പഴയ മര്യാദകളിൽ, പഴയ രീതികളിൽ, പഴയ കാര്യങ്ങളും പഴയ ചിന്തകളും ഒക്കെ ആയിട്ടങ്ങ് പോയി. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ മാത്രമാണ് അതിൽ ഗൗരവമായി പങ്കെടുത്തത്. 1970 0.2% മാത്രം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും 1980 ആയപ്പോഴത്തേക്ക് 85% ക്രിസ്ത്യാനികളായി. അത്ര ശക്തമായ ഒരു ഉണർവുണ്ടായി. ആ ഉണർവിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ് ഇന്ന് ഇന്ത്യ മുഴുവനും പ്രയോജനപ്പെടുന്നത്. നമ്മുടെ ഈ പട്ടണത്തിൽ പ്രയോജനപ്പെടുന്ന സാംഗ്ലിയാന സാറ് അന്നത്തെ ഉണർവിൻ്റെ ഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഉയർപ്പിൻ്റെ ഒരു സന്ദേശത്തിലേക്ക് പോകുവാൻ ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു, വിറച്ചു മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ലോകമൊട്ടാകെ കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ഈ ഏക ദിവസം. എല്ലാ ഞായറാഴ്ചയും ഉയർപ്പിന്റെ ഓർമ്മ ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മിനിറ്റും യേശുവിന്റെ ഉണർവിനെ നാം ഓർക്കുന്നവരാണ്. എന്നാൽ ലോകം മൊത്തമായി പ്രധാനമായും ഈ ദിവസത്തെ ഈസ്റ്റർ എന്ന പേരിൽ വിളിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച എടുത്താൽ, അല്ലെങ്കിൽ ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള 8 ദിവസം എടുത്താൽ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ അനേക പ്രത്യേകതകൾ നടന്ന ഏറ്റവും ഇൻസിഡൻസ് ഉള്ള ഒരാഴ്ചയാണ് എന്ന് കാണാം. പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിക്കപ്പെട്ടിരുന്ന അതിൻ്റെ പ്രതിപുരുഷനായ, പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാകയാൽ ആ പഴയ നിയമ നിഴലിൻ്റെ പ്രതിപുരുഷനാകുന്ന ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുകയും ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ചുകൊണ്ട് കാൽവരിയിൽ മരിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുമായ ഇൻസിഡൻസ് മൊത്തം നടന്നത് കഴിഞ്ഞ ആഴ്ച കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരാഴ്ച വട്ടം കൊണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയെ ഓശാന ഞായറാഴ്ചയായി ലോകം കൊണ്ടാടി വരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു കഴുതക്കുട്ടിയുടെ മേൽ വാഹനമേറിക്കൊണ്ട് സിയോൻ പുത്രി നിന്റെ രാജാവ് വാഹനസ്ഥനായി വരുന്നു എന്ന് പറയുന്നതായ ആ പ്രസ്താവനയ്ക്കൊത്തവണ്ണം രാജാവ് എന്ന് ഭൗതികമായി കാണിക്കത്തക്കവണ്ണം ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യെരുശലേമിലേക്ക് കടന്നു വരികയും കുഞ്ഞുങ്ങൾ ചേർന്ന് യേശുവിന് ഓശാന പാടി തന്നെ ആരാധിക്കേണ്ടതിന് കുരുത്തോലകൾ പിടിച്ച് യേശുവിനെ സ്വീകരിക്കുകയും ചെയ്ത ദിവസമായിരുന്നു അത്. അന്ന് ശിഷ്യന്മാർ അവരുടെ ഉത്തരീയങ്ങൾ, അവരുടെ 2ാം വസ്ത്രങ്ങൾ മണ്ണിൽ വിരിക്കുകയും അതിൻ്റെ മുകളിലൂടെ യേശുവിനെ നടത്തുകയും ചെയ്തു. അന്ന് നാട്ടുകാർ ഒരുമിച്ച് വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വെട്ടി നിലത്തിട്ട് യേശു കയറിയിരുന്ന വാഹനമൃഗത്തിന് പോകുവാൻ അവർ പാത ഒരുക്കി. പഴയ നിയമത്തിൽ രാജാക്കന്മാരെ വാഴിക്കുവാൻ ചെയ്തിരുന്നത് ഇപ്രകാരമാണ്. അന്ന് വാഹനങ്ങൾ കുതിരയോ കഴുതയോ ആയിരിക്കും. സാധാരണക്കാരനായ ഒരാളിന്, അല്പം താണവനായ ഒരാളിന് കുതിരയെ അഫോർഡ് ചെയ്യുവാൻ കഴിയുകയില്ല. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് രാജാക്കന്മാർക്കുള്ളതാണ്. ആകയാൽ കഴുതകളുടെ പുറത്ത് രാജാവാകുവാനുള്ളവനെ ഇരുത്തി അദ്ദേഹത്തെ മറ്റുള്ളവരുടെ വസ്ത്രങ്ങളും മരക്കൊമ്പുകളും വിരിച്ചവയുടെ മുകളിലൂടെ നടത്തി അദ്ദേഹത്തെ രാജാവ് എന്ന് വിളിക്കുന്നത് പതിവായിരുന്നു. രാജാവേ ജയ ജയ എന്ന് മുമ്പിൽ ആർക്കുന്നത് പതിവായിരുന്നു. യേശു ആകട്ടെ ദൈവത്തിൻ്റെ പുത്രനാകയാൽ, തൻ മശിഹയാകയാൽ രാജാവേ ജയ ജയ എന്നാർക്കുന്നതിന് പകരം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓശാന എന്ന് പറഞ്ഞ് ശിഷ്യന്മാരും കുഞ്ഞുങ്ങളും നാട്ടുകാരും ചേർന്ന് യേശുവിനെ മുൻപിലേക്ക് കൊണ്ടുവന്നു. യേശുവിനെ രാജാവായി വാഴിക്കുന്നതിൽ ഒരു കൂട്ടർക്ക് സന്തോഷമായിരുന്നെങ്കിലും യഹൂദന്മാരിലെ മറ്റൊരു വിഭാഗം ആളുകൾക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. കാരണം റോമൻ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിൽ നിന്ന് ഒരുവനെ ഇവിടെ രാജാവാക്കി വാഴിച്ചു എന്ന് പറഞ്ഞാൽ
റോമൻ ഗവൺമെന്റ് അവർക്കുള്ളതും കൂടെ അപഹരിച്ചു കളയുമെന്നതും അതുകൊണ്ടൊരു പൊളിറ്റിക്കൽ സൊല്യൂഷന് വേണ്ടി യേശുവിനെ രാജാവാക്കുവാൻ പാടില്ല എന്നും ഒരു കൂട്ടർ വാദിച്ചു. ഈ വിടവിന്റെ ഇടയിലൂടെ യേശുവിനെ എതിർത്തിരുന്നവർ മുഷിയുകയും ഈ കുട്ടികൾ മിണ്ടാതിരിക്കുവാൻ അവരെ കൽപ്പിച്ചു നിർത്തുവാൻ യേശുവിനോട് പറയുകയും ചെയ്തു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നിന്ന് നാം ഒരു വാക്യം വായിക്കും. ലൂക്കോസിന്റെ അധ്യായം 1:42 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു നഗരത്തോട് സമീപിച്ച് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ മറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാതിരുന്നതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്ത് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിപ്പിക്കുന്ന കാലം നിനക്ക് വരും. ഈ വാക്യത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഓശാന ഞായറാഴ്ച അതിന്റെ യേശു പറയുന്നതായ വാക്കാണിത്. യേശു ഇങ്ങനെ നഗരത്തോട് സമീപിച്ചു. ഓശാന വിളിക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ, അവർ മുണ്ടാതിരിക്കുവാൻ പറയുക എന്ന് പറയുന്ന വേറൊരു കൂട്ടം വലിയവർ, മുണ്ടുകൾ വഴിയിൽ, വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്ന ശിഷ്യന്മാർ, കൊമ്പുകൾ വെട്ടിനിരത്തുന്ന നാട്ടുകാർ, ഇവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു നഗരത്തോടടുക്കുകയും ദൂരവേ നഗരത്തെ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് നിലവിളിക്കുകയും ചെയ്തു. ആ നഗരത്തെ കണ്ടുകൊണ്ട് യേശു പറഞ്ഞൊരു പ്രസ്താവനയാണ്, നിന്റെ സമാധാനത്തിനുള്ളത് ഇന്ന് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് എന്ന് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പദം അറ്റ്ലീസ്റ്റ് ഓൺ ദിസ് യുവർ ഡേ എന്ന ഇംഗ്ലീഷ് പദത്തിൽ കാണുവാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് നിനക്ക് വേണ്ടി നിയമിച്ച ഈ ദിവസത്തിൽ എങ്കിലും നീ അത് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തന്നെയാണ് ആ പദത്തിന്റെ അർത്ഥം. എന്താണ് യേശു ആ പ്രത്യേക പദം ഉപയോഗിക്കുവാൻ കാരണം? വായിക്കുന്നില്ല. ദാനിയേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആവർത്തിക്കാം. ദാനിയേലിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകനോട് ഹെബ്രിയേൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് വന്ന് കൊടുക്കുന്ന ഒരു ദൂതിൽ ഇപ്രകാരം പറഞ്ഞു: യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടുന്നത് വരെ 69 ആഴ്ചവട്ടങ്ങൾ പിന്നിടേണ്ടി വരും. ഒന്നുകൂടെ പറയാം. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ, അതിനെ രണ്ടായി തിരിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 62 പിന്നെ 7 തിരിച്ചിട്ടുണ്ട്. ടോട്ടലി കണക്ക് കൂട്ടിയാൽ 69 ആഴ്ചവട്ടങ്ങൾ കഴിയുമ്പോൾ അഭിഷിക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടും, അവനാരും ഇല്ല എന്ന് വരും എന്നൊരു സാഹചര്യം പറഞ്ഞു. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ അർത്ഥശിഷ്ട രാജാവിങ്കിൽ നിന്ന് കൽപ്പന പുറപ്പെട്ട ചരിത്രം നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണുകയുണ്ടായി. ആ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 9 പ്രവചനയാഴ്ചകൾ തികയുന്ന അതേ ദിവസമാണ് നമ്മുടെ കർത്താവായ യേശു രാജാവായി എഴുന്നേറ്റ് വന്ന് യെരുശലേമിനെ കണ്ടുകൊണ്ട് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഓൺ യുവർ ദിസ് ഡേ, നിനക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ഈ ദിവസം ഇതായിരുന്നു. എന്നാൽ അവർ യേശുവിനെ നിരസ്കരിച്ച് കളയുകയും അവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയും നീ രാജാവായിരിക്കുന്നത് വിഹിതമല്ല എന്ന് ആശയം അവർ ചിത്രീകരിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് യേശു പട്ടണത്തെ നോക്കി നിലവിളിച്ചു, ഇന്നെങ്കിലും നിന്റെ മാനസാന്തരത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവരറിയാതെ യേശുവിനെ തള്ളിയതിനാൽ യേശു അവരുടെ രാജാവ് എന്ന സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക് മാറ്റപ്പെട്ടു. തുടർന്ന് യഹൂദന്റെ പഴയ നിയമ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം യാഗത്തിനുള്ള മൃഗത്തെ, പെസഹ കുഞ്ഞാടിനെ പാളയത്തിൽ കൊണ്ടുവരികയും വീടിനകത്ത് കയറ്റി കെട്ടുകയും വേണം എന്നൊരു പ്രമാണം കാണാം. ആബീബ് മാസം 10-ാം തീയതി യാഗം കഴിക്കുവാനുള്ള, കൊന്ന് തിന്നുവാനുള്ളതായ പെസഹ ബലിമൃഗത്തെ എല്ലാ യഹൂദനും, ഓരോ യഹൂദനും അവനവന്റെ വീടിനകത്ത് കയറ്റി കെട്ടുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ആ കുഞ്ഞാട് ഊനമില്ലാത്തതെന്ന് കുടുംബാംഗങ്ങൾ ശോധന ചെയ്യുകയും വേണം. അതിനുവേണ്ടി 3 ദിവസം മാറ്റിവെക്കും. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു നഗരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയും നഗരത്തിന്റെ ഉള്ളിൽ ചില ദിവസങ്ങൾ പാർക്കുകയും ചെയ്തു. യഹൂദന്റെ ന്യായാധിപന്മാർ യേശുവിനെ ശോധന ചെയ്തു. ദേവാലയ ശുദ്ധീകരണം നീ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു, നിനക്ക് ഈ അധികാരം ആർ തന്നുവെന്ന് ഒരു വശത്തവർ ശോധന ചെയ്തു. യേശുവിന്റെ രാഷ്ട്രീയ കുറ്റം കണ്ടുപിടിക്കേണ്ടതിനായി കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് അവർ യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു. സാധുക്യർ വന്ന് പുനരുത്ഥാനമില്ല എന്ന് പറയേണ്ടതിന് വേണ്ടി 7 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീ മരിച്ചു. ഒടുവിൽ ഭർത്താക്കന്മാരും സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവർ ആർക്ക് ഭാര്യയായിരിക്കും എന്ന ചോദ്യം ചോദിച്ചു. യേശുവിനെ ആത്മീക, ഭൗതിക, രാഷ്ട്രീയ വിഷയങ്ങളിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ശോധന ചെയ്യപ്പെടേണ്ടതിന് യേശു സ്വയം കീഴടങ്ങി യെരുശലേം പട്ടണത്തിൽ വാണു. അവസാനം ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഊനമില്ലാത്തവൻ എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു പെസഹ വ്യാഴാഴ്ച എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു. തന്റെ പെസഹായിക്കും അതിനുശേഷം കർത്താവിന്റെ തിരുമേശയ്ക്കും ശേഷം യേശു പിടിക്കപ്പെട്ടു. യൂദ തന്നെ ഒറ്റിക്കൊടുത്തു.
കഴിഞ്ഞ ആഴ്ചയിൽ ഓശാന വിളിച്ചിരുന്ന ജനം യേശുവിന് വിരോധമായി തിരിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ കുരുത്തോല ഉയർത്തിയ ജനം യേശുവിനെ ക്രൂശിക്കേണ്ടതിന് ആർപ്പിടുവാൻ മഹാപുരോഹിതന്മാർ അവരെ നിർബന്ധിക്കുകയും ജനം യേശുവിന് വിരോധമായി തിരികെയും ചെയ്തു. പെസഹായ്ക്ക് ശേഷം, തിരുവത്താഴത്തിന് ശേഷം ഒറ്റപ്പെട്ടവനായ യേശു പിടിക്കപ്പെടുന്നതിന് മുന്നമേ ഗെത്സമനയുടെ മണ്ണിൽ നിലത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുകയും, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ലോകത്തിന്റെ പാപം നുരയ്ക്കുന്ന ദൈവത്തിന്റെ പാനപാത്രം യേശുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ പാപം കാണുവാൻ കണ്ണില്ലാത്തവനായ എന്റെ യേശു ഇതെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് നിലവിളിച്ചെങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറണമെന്ന് പിതാവിന്റെ മുമ്പിൽ താൻ ഏറ്റുപറയുകയും അങ്ങനെ ആ പാനപാത്രം താൻ മട്ടോളം വലിച്ചു കുടിക്കപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്നാണ് യൂദ വരുന്നതും, അതിനെ തുടർന്നാണ് അവർ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നതും, തുടർന്ന് യേശുവിനെ വിസ്തരിക്കേണ്ടതിനായി കോടതികളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത്. ഞാൻ ഒരാഴ്ചത്തെ പ്രധാന ചരിത്രം വളരെ വേഗത്തിൽ എടുക്കുകയാണ്. യേശുവിനെ അവർ കോടതികളിലേക്ക് കൊണ്ടുപോയി. അവർ ഹന്നാവിൻ്റെയും കയ്യാഫാവിൻ്റെയും അരമനകളിൽ യേശുവിനെ കോടതികളിൽ എന്ന വണ്ണം ശോധന ചെയ്തു. അതിനുശേഷം യഹൂദന്റെ ഏറ്റവും ഉയർന്ന സിനഡ് എന്നറിയപ്പെടുന്ന സന്നിധി സംഘം, അവരുടെ ഏറ്റവും ഉന്നതമായ മുഴു സഭയുടെയും അവരുടെ സന്നിധി സംഘത്തിന്റെ മുമ്പിൽ അവർ യേശുവിനെ ശോധന കഴിച്ചു. നാലാമതായി പീലാത്തോസിന്റെ അരമനയിലും അഞ്ചാമതായി ഹേരോദാവിന്റെ അരമനയിലും യേശുവിനെ ശോധന കഴിച്ചു. പീലാത്തോസിന്റെ അരമനയിൽ യേശു 2 പ്രാവശ്യം ശോധന ചെയ്യപ്പെട്ടിരുന്നു. മഹാപുരോഹിതന്മാരുടെ അടുക്കൽ യേശു 2 പ്രാവശ്യം ശോധന ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ 5 വ്യത്യസ്ത കോടതികളിലായി 7 പ്രാവശ്യം ഒരൊറ്റ രാത്രിയിൽ എൻ്റെ യേശു ന്യായം വിധിക്കപ്പെട്ടു, വിസ്തരിക്കപ്പെട്ടു. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, മരണകരമായതൊന്നും ഇവനിൽ ഇല്ല എന്ന് റോമൻ നിയമത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പീലാത്തോസ് യേശുവിന് അനുകൂലം പറഞ്ഞു. അവൻ നീതിമാനാണെന്നും അവന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നും കാണിച്ചുകൊണ്ട് പീലാത്തോസിന്റെ ഭാര്യ ദർശനത്തിൽ ലഭിച്ച സന്ദേശം പീലാത്തോസിനെ എഴുതി അറിയിച്ചു. സാക്ഷികളെ തനിക്കെതിരെ നിർത്തിയെങ്കിലും 2 സാക്ഷികളുടെ സാക്ഷ്യം ഒരുപോലെ ഒത്തുവരാഞ്ഞതിനാൽ ന്യായപ്രമാണത്തിന്റെ നിയമത്തിന്റെ മുമ്പിലും കുറ്റക്കാരനെന്ന് തെളിയിക്കുവാൻ ആരെ കൊണ്ടും കഴിയാതെ പോയി. എങ്കിലും താൻ നീതിമാനായിരിക്കെ, താൻ കുറ്റം ചെയ്യാതെ ഇരിക്കെ, എന്റെയും നിങ്ങളുടെയും പാപം തന്റെ മേൽ താൻ സ്വയം ഏറ്റെടുത്തതിനാൽ തന്നെ ക്രൂശിക്കേണ്ടതിന് വേണ്ടി തന്റെ തൽക്കാലം കൈ കഴുകി പീലാത്തോസ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിന്റെ ഭാര്യ തനിക്ക് എഴുതിയ എഴുത്തിൽ ഇവൻ നീതിമാനാണെന്നും സ്വപ്നത്തിൽ ആ വിവരം മനസ്സിലായി എന്നും എഴുതിയിരുന്നു. ന്യായവിസ്താരത്തിൽ തനിക്ക് അക്കാര്യം വ്യക്തമായി. ഹേരോദാവ് ന്യായം വിധിച്ചിട്ടും യാതൊരു തെറ്റും കാണുവാനില്ലായിരുന്നു. കുറ്റക്കാരനല്ല എന്നിട്ടും സ്വയം തനിക്ക് വേണ്ടി വാദിക്കാതെ രോമം കത്തിരിക്കുന്നവരുടെ മുൻഭാഗം മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ തന്റെ താഴ്ചയിൽ ന്യായം ചോദിക്കാതെ നിന്നവനായ യേശുവിനെ എനിക്ക് അവന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിക്കൊണ്ട് പീലാത്തോസ് കൊലക്കുറ്റത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, ക്രൂശീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ അനേക പ്രാവശ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഒന്നുകൂടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുമ്പിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ ആ ക്രൂശീകരണത്തിന് മുന്നമേ നടന്നതായി. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പീലാത്തോസ് അവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ജനം കാണുക വെള്ളമെടുത്ത് കൈ കഴുകി യേശുവിന്റെ രക്തപ്പഴിയിൽ നിന്ന് ഒഴിവാകുവാൻ ശ്രമിച്ചു. യഹൂദന്മാരായ മനുഷ്യർ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് യേശുവിന്റെ രക്തത്തിന്റെ രക്തപ്പഴി അവരുടെ മേൽ സ്വയം ഏറ്റെടുത്തു. ഞാനും നിങ്ങളും അറിഞ്ഞിരുന്നില്ലെങ്കിലും ആ ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങൾ പോക്കി നമ്മെ നീതീകരിക്കേണ്ടതിന് പിതാവ് നമുക്ക് വേണ്ടി പകർന്നു തന്നതായ രക്തമായിരുന്നു. ന്യായവിസ്താരത്തിൽ നീതിമാൻ എന്ന് വിധിക്കപ്പെട്ട യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയേണ്ടതിനായി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് കൈ കഴുകി മാറി. പീലാത്തോസ് കൈ കഴുകി മാറിയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടില്ല എന്ന് ഒന്ന് ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. റോമൻ ചരിത്രം പഠിപ്പിക്കുന്നത് പീലാത്തോസ് ഈ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത കാരണത്താൽ ഇതൊരു പ്രസിദ്ധ ചരിത്രവും സംഭവമായി മാറിയതോടെ റോമൻ ഗവൺമെന്റ് പിന്നത്തേതിൽ ഈ കേസ് റിവ്യൂ ചെയ്യുകയും കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസിനെ ഗവർണർ സ്ഥാനത്ത് നിന്നും ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. തുടർന്നുള്ള ജീവിതത്തിൽ പീലാത്തോസ് ഒരു മാനസിക രോഗിയായി മാറിയെന്നും വെള്ളം കാണുന്നിടത്തൊക്കെയും വെള്ളമെടുത്ത് കൈ കഴുകി എന്റെ കയ്യിൽ രക്തമെന്ന് പറഞ്ഞ് ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ ആഹാരത്തിൽ രക്തമെന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തനായി മരിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. യഹൂദൻ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആ രക്തം വരട്ടെ എന്ന് ആർത്തു വിളിച്ചു. അതെ, ആ രക്തം അവരുടെ മേലും അവരുടെ തലമുറ മേലും വരികയുണ്ടായി. നീറോ കൈസർ യെരുശലേമിനെ ആക്രമിക്കുമ്പോൾ യെരുശലേമിലെ
ത്തിന്റെ അകത്ത് യെരൂശലേമിലെ കോമള യുവതീ യുവാക്കന്മാരെ കഴുത്ത് വെട്ടിക്കൊന്ന് അവരുടെ രക്തം കുതിരകളുടെ കടിവാളത്തോളം ഉയർന്ന് അതിനകത്തൂടെ കൈസരുടെ കുതിരകൾ നീന്തി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. യൂറോപ്പിന്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങിയാൽ യൂറോപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വില കുറഞ്ഞ സോപ്പ് ഉണ്ടാക്കുവാൻ ഉപയോഗിച്ചത് യഹൂദന്മാരുടെ കൊഴുപ്പ് വലിച്ചെടുത്ത കൊഴുപ്പിൽ നിന്നും നിർമ്മിക്കപ്പെട്ട സോപ്പായിരുന്നു. യൂറോപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വില കുറഞ്ഞു വിറ്റ വളം യഹൂദന്റെ ശവമഴുകിയ കമ്പോസ്റ്റ് വളങ്ങളും യഹൂദന്റെ അസ്ഥി പൊടിച്ച എല്ലുപൊടിയുമായിരുന്നുവെന്ന് ചരിത്രം വിളിച്ചു പറയുന്നു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതിന്റെ മുകളിൽ ചിലതെല്ലാം വന്ന ചരിത്രം ലോകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലോക ചരിത്രം അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിന് നമുക്കൊരു പ്രതികരണമുണ്ട്. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതാണ്. യേശുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുകയും അതിനുശേഷം യഹൂദന്റെ പടയാളികൾ യേശുവിനെ കയ്യേറ്റ് തന്നെ അവരാൽ ആവോളം യേശുവിനെ അപമാനിക്കുകയും ചെയ്തു. അവന്റെ കയ്യിൽ ഒരു കുരിശ് ഏൽപ്പിച്ച് ആ കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. സ്വയമായി ഒരു മരക്കുരിശ് എടുത്തുകൊണ്ട് നടക്കുവാൻ ആരോഗ്യം തന്നെ ശേഷിച്ചിട്ടില്ലായകയാൽ വീണും വേച്ചും പോകുന്ന യേശുവുമായി ഗോൽഗോഥ വരെ എത്തുവാൻ പ്രയാസമെന്ന് ശതാധിപന് മനസ്സിലാകുകയും റോമൻ ഗവൺമെന്റിന്റെ ശതാധിപൻ അവനെ തന്റെ പിന്നാലെ വന്നവനായ ഒരു കുറേനക്കാരനായ ശിമോനെ കൊണ്ട് തന്റെ ക്രൂശിന്റെ അറ്റം ചുമപ്പിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം തന്റെ 2 മക്കളുടെ പേര് എടുത്തു പറയുന്നുണ്ട്. അലക്സാണ്ടറിന്റെയും രൂഫസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോൻ എന്നൊരുവനെ. കുറേനക്കാരൻ എന്ന വാക്കിന്റെ അർത്ഥം ജാതിയിൽ താണവൻ, സാമ്പത്തികത്തിൽ താണവൻ, ദരിദ്രൻ, കഴിവില്ലാത്തവൻ എന്നിത്യാദി ആശയങ്ങളാണ്. എന്നാൽ അലക്സാണ്ടറും റൂഫസും എന്ന 2 മക്കളുടെ മേൽ ദൈവം ഇത് നീതിക്കായി കണക്കിടുകയും ലോകം അറിയപ്പെട്ട തിരുവചന ഭാഷയിൽ ക്രിസ്തുവിൽ പ്രസിദ്ധരായ മാറിയ സാമ്രാജ്യത്തിന്റെ ഗവർണറായി മാറിയ അലക്സാണ്ടറിനെയും റൂഫസിനെയും കുറിച്ച് കാണുവാൻ കഴിയും. ഞാനും നിങ്ങളും ദൈവനാമത്തിൽ വിലമുടക്കുന്നുവെങ്കിൽ എന്റെ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കുവാൻ മറ്റൊരുത്തന്റെ നിർബന്ധത്താലാണെങ്കിലും സ്വർഗത്തിലെ ദൈവം പദവി അനുവദിച്ച അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോൻ യേശുവിനെ സഹായിക്കുകയും അങ്ങനെ ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. ഗോൽഗോഥയിൽ അവർ യേശുവിനെ നടുവിലും 2 കള്ളന്മാരെ ഇരുവശങ്ങളിലുമായി ക്രൂശിക്കുകയുണ്ടായി. എനിക്കറിയാം, ഞാൻ ഈസ്റ്റർ സന്ദേശത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ഒരാഴ്ചത്തെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞേച്ച് ഉയർപ്പിലേക്ക് മാറുവാനാണ് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. അവർ യേശുവിനെ നടുവിലായും 2 കള്ളന്മാരെ ഇരുഭാഗത്തായും ക്രൂശിക്കുകയുണ്ടായി. ക്രൂശിൽ ഒരാൾ മരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒന്ന് എടുത്തോർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. അനേക ആവർത്തി ഞാൻ തൊട്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തൊടുന്നത് കൊള്ളാം. കാര്യം ക്രിസ്തുവിന്റെ ക്രൂശാണ് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ പ്രശംസാ വിഷയം. ആകയാൽ ഇത് ചിന്തിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായിരിക്കും. ക്രൂശീകരണത്തിൽ ഒരുവനെ കൊല്ലുന്നത് 2 കൈകളും ഒരു കുരിശിന്റെ 2 ഭാഗത്ത് ആക്കി തറയ്ക്കും. പക്ഷെ കൈകൾ ഒരിക്കലും ബലാത്കാരേണ വലിച്ച് മുഴുവനായി വിടർത്തുകയല്ല, അല്പം തൂങ്ങി നിൽക്കത്തക്കവണ്ണമായിരിക്കും ആ ശരീരം വിടുന്നത്. അതിനുശേഷം കാലിന്റെ മുട്ടുകൾ മടക്കി വെച്ചുകൊണ്ട് ഒരു കാലിന് മീതെ വേറൊരു കാല് വെച്ച് ആണി കൊണ്ട് അടിച്ച് എന്ന് പറഞ്ഞ ശരീരം ലൂസായിരിക്കും. 3 ആണികളിൽ തൂങ്ങി നിൽക്കും. 2 കൈകളിലും ശരീരത്തിന്റെ മുഴുവൻ ഭാരവും തൂങ്ങുന്നത് കൊണ്ട് 6ാം മാലിയുടെ അസ്ഥികൾക്ക് ചലന സ്വാതന്ത്ര്യം കുറയുകയും വായു കിട്ടാതെ വണ്ണം ശ്വാസം മുട്ടുകയും ചെയ്യും. വായു കിട്ടാതെ വണ്ണം ശ്വാസം മുട്ടുമ്പോൾ കാലിന്റെ മുട്ടുകളിൽ ബലം കൊടുത്തുകൊണ്ട് കാലിൽ ഉയരുവാൻ ശ്രമിക്കും. അപ്പോൾ ശ്വാസം ലഭിക്കും. പക്ഷേ തറച്ചിരിക്കുന്ന ആണികളുടെ വേദന മുഴുഭാരവും കൂടെ അതിലേക്ക് കയറുമ്പോൾ കാലുകൾക്ക് താങ്ങുവാൻ കഴിയാത്തതിനാൽ കാൽമുട്ടുകൾ സ്വയം മടക്കും. ഇങ്ങനെ കാലിന്റെ മുട്ടിൽ ഈ കളർന്നും താങ്ങിയും താണും ശ്വാസത്തിന് വേണ്ടി വിമ്മിഷ്ടപ്പെട്ടുകൊണ്ട് 4ഉം 5ഉം ദിവസങ്ങൾ ആ കിടപ്പ് കിടന്നിട്ടാണ് ക്രൂശിക്കപ്പെടുന്ന ഒരു വ്യക്തി മരിക്കുന്നത്. എന്റെ യേശുവും തന്റെ ശ്വാസത്തിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിന്റെ പരിഹാരം വരുത്തേണ്ടതിന് ക്രൂശിൽ കിളരുകയും താഴുകയും ചെയ്തുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ക്രൂശിനെ കുറിച്ച് ചില പദങ്ങളൂടെ പറയട്ടെ. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് അവന്റെ മുതുകൊക്കെയും ഉഴവുചാലികൾ പോലെ നീളത്തിൽ കീറി വാർന്നൊഴുകുന്ന രക്തവുമായി ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ ക്രൂശ് ഉറപ്പിച്ചു നിർത്താനായി അന്ന് ചെയ്തു വന്നിരുന്ന മെത്തേഡ് അനുസരിച്ച് എങ്ങനെയായിരുന്നു ക്രൂശ് ഉറപ്പിക്കുന്നത്? ക്രൂശിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു കുഴി കുഴിക്കുകയും ആ കുഴിക്കകത്ത് ക്രൂശിന്റെ ചുവട് ഇറക്കി അതിനെ ഉറപ്പിക്കുകയും ചെയ്യണം. ആയതിനു വേണ്ടി
എങ്ങനെയാണ് ഇത് ഉറപ്പിക്കുന്നത്? ഒരു പച്ചമരത്തിന്റെ കുരിശും അതോട് ചേർന്നൊരു മനുഷ്യന്റെ മുഴുവൻ ഭാരവുമായി എടുത്ത കുഴിയിലേക്ക് ഇടുവാൻ പ്രയാസമാണ്. ആകയാൽ താഴെ ഒരു കുഴി കുഴിച്ച ശേഷം മുകളിൽ ഒരു കപ്പിയും കയറുമൊക്കെ കെട്ടി ആ കപ്പിയിലൂടെ ഈ കുരിശുൾപ്പെടെ ഈ ശരീരത്തെ വലിച്ചു മുകളിലേക്ക് ഉയർത്തി ശക്തിയോടുകൂടെ താഴേക്കിടുമ്പോൾ ശരീരത്തിന്റെ ബലവും മരത്തിന്റെ ശരീരത്തിന്റെ ഭാരവും മരത്തിന്റെ ഭാരവുമായി അത് താഴേക്ക് താഴ്ന്നിറങ്ങുകയും ക്രൂശ് ആ ചുവട്ടിൽ ഉറയ്ക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് മുകളിൽ നിന്ന് കയറുകൾ അഴിച്ചു മാറ്റും. പക്ഷേ അപ്രകാരം ശക്തിയോടുകൂടെ താഴോട്ട് വീഴുമ്പോൾ പഴയ നിയമത്തിന്റെ പ്രവാചകൻ എഴുതി വെച്ചു, എന്റെ അസ്ഥികളൊക്കെയും ബന്ധം വിട്ടു, അവയൊക്കെയും എനിക്ക് എണ്ണാം. ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റി വളഞ്ഞു, ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവരെന്റെ ചുറ്റും അലറിക്കൊണ്ട് നിൽക്കുന്നു. അറുക്കുവാനുള്ള ആടിനെ പോലെ, രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ താഴ്ചയിൽ ന്യായം കിട്ടാഞ്ഞവനായി വിസ്തരിക്കപ്പെട്ട യേശു ക്രൂശിന്റെ കുഴിയിൽ വന്നു വീഴുമ്പോൾ തന്റെ അസ്ഥികളുടെ എണ്ണം ബന്ധം വിട്ട ചരിത്രമായിരുന്നു പഴയ നിയമം വിളിച്ചു പറഞ്ഞത്. തൻ വേദനപ്പെട്ട് കാൽവറിയിൽ കിടക്കയിൽ ആദ്യമേ താൻ ഒരു സംഭവം കണ്ടു. യേശുവിന്റെ അമ്മയായ മറിയ കുരിശിന്റെ അരികിൽ നിൽക്കുന്ന കാഴ്ച കണ്ടു. യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് അടുത്തൊരു പദം ഞാൻ പറയാം. സ്ത്രീകളിൽ അനേകരും യേശുവിനെ അനുഗമിച്ചെങ്കിലും 4 സുവിശേഷങ്ങൾ ചേർത്ത് വായിച്ചാൽ ഇത് മനസ്സിലാകും. യേശുവിന്റെ അമ്മയായ മറിയ മാത്രമേ സ്ത്രീകളുടെ കൂട്ടത്തിൽ യേശുവിന്റെ അരികിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എല്ലാ സ്ത്രീകളും അകന്നു നിൽക്കുകയായിരുന്നു. എന്തായിരിക്കും കാരണം? കാൽവറിയിൽ വെച്ച് യേശുവിന് കൊടുത്ത വസ്ത്രം അതിന്റെ സ്ഥാനം മാറുകയും തൻ നഗ്നനായി അർത്ഥനഗ്നനായി കാൽവറി ക്രൂശിൽ ഉയരുകയും ചെയ്തതിനാൽ സ്ത്രീകളിൽ യേശുവിന്റെ അമ്മ ഒഴിച്ചാൽ മറ്റാരും തന്റെ ക്രൂശിനോട് അടുത്തില്ല എന്നും ബാക്കിയുള്ളവർ അകലെ നിന്നുവെന്നും കാണാം. യേശു വേദന മാത്രമല്ല നിന്ദയും നമുക്ക് വേണ്ടി സഹിച്ചു. ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം അപമാനിക്കപ്പെടുന്നവരിവിടെ ഉണ്ടെങ്കിൽ, എനിക്ക് മുന്നമേ കടന്നുപോയ നസ്രയനാകുന്ന യേശു എന്റെയും നിങ്ങളുടെയും നിന്ദയും അപമാനവും ചുമന്നുകൊണ്ടാണ് പോയത് എന്നൊന്ന് ഓർപ്പിക്കേണ്ടതിനാണ് ഞാൻ ഈ തെളിവുകൾ എടുത്തു കാറ്റിയത്. 2 കള്ളന്മാരെ യേശുവിന്റെ അമ്മ നിൽക്കുന്ന കാഴ്ച കണ്ടു. യേശുവിന്റെ അമ്മയെ കണ്ടുകൊണ്ട് യേശു അരികെ നിന്ന യോഹന്നാൻ എന്ന ശിഷ്യനോട് ഇതാ നിന്റെ മകൻ അമ്മയെന്നും യേശുവിന്റെ അമ്മയോട് സ്ത്രീയെ നിന്റെ മകനെന്നും പറയുകയും അന്നു മുതൽ യോഹന്നാൻ ഒരു മകന്റെ സ്ഥാനത്ത് യേശുവിന്റെ അമ്മയെ ചേർത്തുകൊള്ളുകയും ചെയ്തുവെന്ന് കാണാം. കർത്താവിദാസൻ കാനമച്ചൻ ഒരിക്കൽ പറഞ്ഞൊരു പദം, ഒരു ആശയം എനിക്ക് ഓർമ്മയുണ്ട്. ഏതെന്റെ മണ്ണിൽ വെച്ച് ഒരുമിച്ച് പാർക്കേണ്ടതിന് വേണ്ടി ദൈവമാക്കിയ ആദമും ഹവ്വയും പാപം ചെയ്ത ശേഷം എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് നീ തന്ന സ്ത്രീ എന്നോട് ഈ ദോഷം ചെയ്തുവെന്ന് പറഞ്ഞ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിഘടിച്ചു പോയെങ്കിൽ യേശുവിന്റെ കാൽവരിയിൽ അമ്മയും മകനും എന്ന ബന്ധത്തിൽ അടുത്തൊരു സ്ത്രീയെയും പുരുഷനെയും ബന്ധത്തിൽ മടക്കിക്കൊണ്ടുവരുന്നത് എന്റെ യേശുവിന്റെ ദൗത്യമായിരുന്നു. എന്റെ യേശു അത് ചെയ്തു. അങ്ങനെ യേശു തൂങ്ങി നിൽക്കുമ്പോൾ എനിക്ക് യേശുവിന്റെ 7 മൊഴികൾ വിശദീകരിക്കാൻ ഇന്ന് അവസരം ലഭിക്കയില്ല. യേശു കാൽവരിയിൽ തൂങ്ങി നിൽക്കുകയിൽ 2 കള്ളന്മാർ ഇടത്തും വലത്തും ക്രൂശിക്കപ്പെട്ടവർ ഒരുപോലെ യേശുവിനെ പ്രാരംഭത്തിങ്കൽ പഴിച്ചു. അല്പമിനിറ്റുകൾക്ക് ശേഷം ഏതോ ഒരു കള്ളൻ അല്പം കാര്യം മനസ്സിലാക്കിയിട്ട് അവൻ മറുവശത്ത് കിടക്കുന്നവനോട് ഇങ്ങനെ പറഞ്ഞു, സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം 2 പേരും ചെയ്തതിന് തക്കവണ്ണമാണ് നാം പ്രാപിക്കുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവവേദനെ, ഈ നിൽക്കുന്ന എന്റെയും എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെയും പാപം തന്റെ മേലേറ്റതിനാൽ അരുതാത്തതൊന്നും താൻ ചെയ്തില്ലെങ്കിലും നാം ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം കാൽവറിയിൽ വരുത്തിക്കൊണ്ട് എന്റെ യേശു കാൽവറിയിൽ തൂങ്ങി നിന്നു. അവസാനമായി തനിക്ക് ഈ മണ്ണിൽ ചെയ്യേണ്ട സകല ദൗത്യവും നിർവഹിച്ചു. കാൽവറി ക്രൂശിലെ കള്ളന്മാരിൽ ഒരുവൻ, കർത്താവേ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന അനുതാപ സൂചകമായ തന്റെ വാചകം യേശുവിനോട് പറഞ്ഞവനോട് യേശു തിരിച്ചൊരു മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവുമായി ഒരു വാക്ക് പറയുവാൻ, എന്റെ യേശുവെ അങ്ങനെ അംഗീകരിക്കണം, ഞാൻ അങ്ങയുടെ വകയാണെന്ന് ഒരു വാക്ക് പറയുവാൻ ഇതിനകത്തൊരു വ്യക്തിക്ക് കഴിയുമെങ്കിൽ എന്റെ യേശു ഒരു മറുപടി പറയാതെ പോകയില്ല. പിടയുന്ന വേദനയിലും ഒരു മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. വേറൊരർത്ഥത്തിൽ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശുവിന്റെ കാൽവറിയും യേശുവിന്റെ തിരുരക്തവും പാപമോചനത്തിന്റെ ഇടമാണ്. തന്റെ രക്തം യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി ഊറ്റി. അങ്ങനെ പോകുന്നതിന്റെ വഴിയിലാണ് തന്റെ പ്രവർത്തികൾ തികഞ്ഞു വന്ന് യേശു അറിയുകയും നിവർത്തിയായി എന്ന് കാൽവറിയിൽ വെച്ച് ഉറക്കെ വിളിക്കുകയും ചെയ്തു. അതിനു മുന്നമേ ഏലി ഏലി ലമ്മാ ശബദ്ദാനി, എന്റെ ദൈവമേ എന്നെ കൈ
എന്ന് ഉറക്ക നിലവിളിച്ചൊരു സംഭവം ഉണ്ടായി. യേശു അലറിക്കരഞ്ഞുവെന്നും വാവിട്ട് കരഞ്ഞുവെന്നും ഉറക്ക നിലവിളിച്ചുവെന്നുമുള്ള വ്യത്യസ്ത പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തനിക്കുള്ളത്രയും ശബ്ദത്തിൽ ഏറ്റവും ഉച്ചത്തിൽ യേശു കാൽവറിയിൽ ഉണ്ടായി. വേദനയും നൊമ്പരവും നിലവിളിയും നമുക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പാപം ഒഴികെ സകലതും നമുക്ക് വേണ്ടി പരീക്ഷയിലൂടെ കടന്നുപോയി അനുഭവിച്ചവനാകയാൽ നമ്മുടെ ഭാരങ്ങളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമുക്കുള്ള മഹാപുരോഹിതൻ, നമുക്കുള്ളവനായി യേശു. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ തന്റെ വേദനയുടെ നടുവിൽ അലറിക്കരഞ്ഞുകൊണ്ട് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് തന്റെ ഭാഷയിൽ ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ കേട്ടുകൊണ്ട് നിന്നവർ പറഞ്ഞു, അവൻ ഏലിയാവെ വിളിക്കുകയാണ്. ഏലിയാവ് അവനെ ക്രൂശിൽ നിന്ന് ഇറക്കി വിടുവാൻ വരുമോ എന്ന് കാണാമെന്ന് പറഞ്ഞു. യേശു സ്വന്തം പ്രാണനെ വിട്ടു. അന്ന് പകൽ 6 മണി നേരം മുതൽ 9 മണി നേരം വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയം വരെ ഇന്നത്തെ സമയകണക്കിൽ സൂര്യൻ വെളിച്ചം കൊടുക്കാതെ ഇരുണ്ടു മാറി. 9 മണി നേരത്താണ് യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിടുന്നത്. 12 മണി മുതൽ 3 മണി വരെയുള്ള 3 മണിക്കൂർ എന്തുകൊണ്ടായിരിക്കും സൂര്യൻ മാറി നിന്നത്? പാസ്റ്റർ വി എ തോമസ് ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സാക്ഷാൽ പ്രകാശവും സകല പ്രകാശങ്ങളുടെ ഉറവിടവുമായ നസ്രയനാകുന്ന യേശു കാൽവറിയിൽ പൊലിഞ്ഞസ്തമിക്കുമ്പോൾ ഈ ലോകത്തിന്റെ സൂര്യചന്ദ്രന്മാർക്ക് നാണം വന്നതിനാൽ അവർ മുഖമടച്ചു മാറി നിന്നു. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണവും തൃക്കരങ്ങളിൽ വഹിച്ചിരുന്നവനായ നസ്രയനാകുന്ന യേശു നിയന്ത്രണം വിട്ട് കരഞ്ഞതോടെ പ്രപഞ്ച ശക്തികൾ അഴിഞ്ഞാടുകയും ഒരു ഭൂകമ്പം ഉണ്ടാകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഞാൻ തുടരട്ടെ. സഭയുടെ മൂലക്കല്ലാകേണ്ടതിന് 5 വിധ മാരകായുധങ്ങളാൽ കാൽവറിയിൽ കൊത്തുപണി ചെയ്യപ്പെട്ട ശേഷം ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ സഭയുടെ മൂലക്കല്ലാകാൻ കൊള്ളാമെന്ന് പിതാവായ ദൈവം വിധി പറയുമ്പോൾ ഈ ലോകത്തിന്റെ കരിമ്പാറകൾ വിണ്ടു കീറുകയും യേശു പ്രാണനെ വിടുകയും ചെയ്തു. അതോടുകൂടെ മറ്റൊരു സംഭവം നടന്നു. മന്ദിരത്തിലെ തിരശീല മുകളുടെ തടിയോളം 2 ചീന്തി മാറി. എന്താണ് അതിന്റെ പ്രാധാന്യം? പഴയ നിയമത്തിന്റെ ദേവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തും വിശുദ്ധ സ്ഥലത്തും സാധാരണക്കാരൻ കടക്കാതെ അവരെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന വലിയ 2 തിരശീലകൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ മരണസമയത്ത് മന്ദിരത്തിലെ തിരശീല മുകളുടെ തടിയോളം 2 ചീന്തുകയും പ്രാകാരത്തിൽ നിൽക്കുന്ന വിശ്വാസിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു തരികയും ചെയ്യുവാൻ ദൈവത്തിന് തിരിഹിതമായത് ഈ സംഭവം വിളിച്ചറിയിച്ചു. ആ ദേവാലയത്തിലെ തിരശീല കീറിയത് താഴെ നിന്ന് മുകളിലേക്കല്ല, പകരം മുകളിൽ നിന്ന് താഴേക്കാണ് കീറിയത്. താഴെ നിന്ന് മുകളിലേക്ക് കീറിയിരുന്നെങ്കിൽ ആരോ പുരോഹിതന്മാർ വലിച്ചു കീറി എന്ന് പറയാം. അല്ല, അത് കീറിയത് മുകളിൽ നിന്ന് താഴേക്കാണ്. താഴെ നിന്ന് ഒരുവനാണത് വലിച്ചു കീറിയതെങ്കിൽ തിരികെ അത് തുന്നിച്ചേർക്കുവാൻ അവന് കഴിയും. മുകളിൽ നിന്ന് താഴേക്ക് കീറിയതിനാൽ ദൈവത്താൽ സംഭവമായി എന്നും അത് തിരികെ തുന്നിച്ചേർക്കുവാൻ ഈ മണ്ണിലൊരുവന് കഴിയുകയില്ല. എനിക്കും നിങ്ങൾക്കും സമയഭേദം കൂടാതെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ, പിതാവായ ദൈവത്തിന്റെ മുമ്പിലേക്ക് വരുവാൻ കർത്താവായ യേശു നമുക്കൊരു പുതുവഴി തുറക്കുകയായിരുന്നെന്നും ആകയാൽ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ വരുവാൻ നമുക്കൊരു പുത്ര സ്വീകാര്യം തന്നുവെന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു മരിച്ച ശേഷം മറ്റ് കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടവർ മരിച്ചിരുന്നില്ല. അവരന്നേരത്തും കരഞ്ഞു കിടക്കുന്നതേ ഉള്ളൂ. അടുത്ത ദിവസം ശബത്താകയാൽ ശവശരീരങ്ങൾ ശബത്തിലിരിക്കുന്നത് യുക്തമല്ല. ആകയാൽ അവർ പെട്ടെന്ന് മരിച്ചേ മതിയാകൂ. അതുകൊണ്ട് കാലിൽ ഉയർന്ന് ശ്വാസം എടുക്കാതെ വണ്ണം അവരുടെ കാലിന്റെ മുട്ടുകൾ ഒടിച്ചു കളയണമെന്ന് പീലാത്തോസിന് ആരോ അപേക്ഷ കൊടുത്തു. അതനുസരിച്ച് 2 കള്ളന്മാരുടെയും കാലിന്റെ മുട്ടുകൾ തല്ലി ഒടിച്ചു. അവരുടെ അസ്ഥികൾക്ക് കേടുവന്നു. പിന്നെ അവർക്ക് കിളരുവാൻ കഴിയുകയില്ല. ശ്വാസം മുട്ടി വേഗത്തിൽ മരിക്കും. അവരുടെ അസ്ഥികൾ ഒടിക്കുന്നതിന് മുന്നമേ എന്റെ യേശു പ്രാണൻ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ആകയാൽ താൻ മരിച്ചിരുന്നു. മരണം എന്റെ യേശുവിനെ കടന്നാക്രമിക്കുകയായിരുന്നില്ല. ഞാൻ തന്നെ സത്യവും ജീവനും എന്ന് പറഞ്ഞ സാക്ഷാൽ ജീവനായവനെ കടന്നാക്രമിക്കുവാൻ മരണത്തിന് കഴിയാഞ്ഞതിനാൽ തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തവനായ യേശു, സ്വയം മരണം വരിച്ചവനായ യേശു കള്ളന്മാർ മരിക്കുന്നതിന് മുന്നമേ സ്വയം മരിച്ചു കഴിഞ്ഞതിനാൽ പടയാളി അടുത്തു വരികയും മരിച്ചുവെന്ന് ഉറപ്പ് വന്നതിനാൽ തന്റെ കാൽമുട്ടുകൾ ഒടിക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പടയാളി അവന്റെ വ്യാപ്പുറത്തൊന്നു കുത്തി തന്റെ ചങ്കിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നത് കണ്ടുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, അവന്റെ അസ്ഥികളിൽ ഒന്ന്
ഒടിഞ്ഞു പോകയില്ല എന്ന പഴയ നിയമപ്രമാണം നിവൃത്തിയാകുകയും അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന വാക്യം നിവൃത്തിയാകേണ്ടതിന് ഒരു കുത്തവർ കുത്തുകയും ചെയ്തു. യേശുവിന്റെ ചങ്കിൽ നിന്നും ഒഴുകിയ രക്തം സമാഗമന കൂടാരത്തിന്റെ അകത്ത് സ്ഥിതി ചെയ്തിരുന്ന കൃപാസനത്തിന്റെ മേൽ പതിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ തൊടുകയുണ്ടായി. യേശു പ്രാണനെ വിട്ടു. വേഗത്തിൽ തന്റെ ശവസംസ്കാരത്തിനുള്ള ക്രമീകരണമായി അരിമത്യക്കാരനായ യോസഫ് എന്നൊരു വിശിഷ്ട മന്ത്രി യഹൂദന്മാരുടെ ഇതര കൂട്ടുകെട്ടുകളിൽ പങ്കെടുത്തിരുന്നില്ലെങ്കിലും ജനത്തെയും പൊതുജനത്തെ ഭയന്നുകൊണ്ട് യേശുവിന്റെ ശിഷ്യനായി വരുവാൻ കഴിയാഞ്ഞവനും യേശുവിന്റെ അടുക്കൽ പണ്ടൊരിക്കൽ വന്ന ഭയം യേശുവിനെ രഹസ്യമായി അനുകരിക്കുകയും ചെയ്ത നിക്കോദിമോസും ചേർന്ന് യേശുവിന്റെ ശവം സംസ്കാരത്തിന് വേണ്ടി എടുത്തു. അവർ 100 റാത്തലോളം സുഗന്ധദ്രവ്യം യേശുവിന് വേണ്ടി ഒരുക്കി. ഒരു പുതിയ ശീല വാങ്ങി യേശുവിനെ അതിനകത്ത് പൊതിഞ്ഞു കെട്ടി. ഒരു മന്ത്രിയും ധനികരായ വ്യക്തികൾ ചേർന്ന് യേശുവിന്റെ ശവസംസ്കാരം നടത്തുമ്പോൾ യേശുവിനെ കുറിച്ചൊരു പഴയ നിയമപ്രവചനം ഉണ്ടായിരുന്നു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. തന്നെ ശവസംസ്കാരത്തിന് വേണ്ടി യഹൂദന്റെ മര്യാദ പ്രകാരം ശവത്തിന് സുഗന്ധവദ്രം പുരട്ടിയ ശേഷം പാറയിൽ വെട്ടിയതും അധികം അകലമല്ലാതെ ആ തോട്ടത്തിൽ തന്നെ സ്ഥിതി ചെയ്തിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതും അരിമത്യയിലെ യോസഫ് തനിക്ക് വേണ്ടി നിർമ്മിച്ചതുമായ ഒരു കല്ലറയിലേക്ക് യേശുവിനെ കൊണ്ടുവരികയും യേശുവിനെ അവിടെ അടക്കുകയും ചെയ്തു. ഒരു പുതിയ ശീലയിൽ യേശുവിന്റെ ശരീരം പൊതിഞ്ഞു കെട്ടിയതോടെ തന്നെ അനുഗമിച്ചു വന്ന അനേക സ്ത്രീകളും തന്റെ ശിഷ്യന്മാരിൽ പലരും അടുത്തു വന്ന് യേശുവിന്റെ ശവസംസ്കാരം നന്നായി കണ്ടു. അവനെ വെക്കുന്ന വിധം കണ്ടു. അവനെ കല്ലറയ്ക്കകത്തേക്ക് കയറ്റി വെച്ചു. ഒരു വലിയ പാറയിൽ തുരന്നുണ്ടാക്കിയിരിക്കുന്ന, ഒന്നുകൂടെ പറയാം, ഒരു വലിയ പാറയിൽ തുരന്നുണ്ടാക്കിയിരിക്കുന്ന ഏറെക്കുറെ ഗുഹ പോലെ തോന്നിക്കുന്ന ഒന്നാണ് യേശുവിന്റെ കല്ലറ. അത് പോയി കണ്ട അനേകർ ഇവിടെ ഉണ്ട്. ആ കല്ലറയ്ക്ക് ഒരൊറ്റ വാതിലേ ഉള്ളൂ. ആ വാതുക്കലേക്ക് ഒരു കല്ലുരുട്ടി വെക്കുകയും ചെയ്തു. ശവസംസ്കാരത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞുപോയി. ശബത്താരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്തുകൂടാ. സൂര്യാസ്തമനത്തോടെ ആരംഭിക്കുകയായി. ശബത്തിനെ മാനിച്ച് ആളുകൾ അവരുടെ വീടുകളിൽ ഇരുന്നു. എന്നാൽ ശബത്ത് തീരുന്ന സമയം ശനിയാഴ്ച എന്നിരിക്കട്ടെ, ആ രാത്രിയിൽ ചില മറിയമാരും ചില സഹോദരിമാരും ചേർന്ന് യേശുവിന് വീണ്ടും പുരട്ടുവാൻ സുഗന്ധവർഗം ഒരുക്കുവാൻ തുടങ്ങി. ദുഃഖ ശനിയാഴ്ച എന്നറിയപ്പെടുന്ന കഴിഞ്ഞ വൈകുന്നേരത്തെ ദയവായി എടുക്കാം. ശബത്ത് കഴിഞ്ഞു, സൂര്യൻ അസ്തമിച്ചു. 6 മണി കഴിഞ്ഞാൽ ശബത്തില്ല. സൂര്യൻ അസ്തമിച്ചതോടെ സ്ത്രീകൾ തന്റെ യേശുവിന് പൂശേണ്ടതിന് സുഗന്ധ തൈലം ഒരുക്കുവാൻ തുടങ്ങി. സഹോദരിമാരെ മറക്കരുത്, പണ്ടൊരു സ്ത്രീ യേശുവിന്റെ കാൽക്കൽ സുഗന്ധദ്രവ്യം പുരട്ടി. അന്നെന്റെ യേശു പറഞ്ഞൊരു വാചകമുണ്ട്, ഇവളെന്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തു വന്നിരിക്കട്ടെ. ഒടുവിൽ സുഗന്ധദ്രവ്യം ഒരുക്കിക്കൊണ്ട് പലരും വരും. അവർക്ക് പുരട്ടുവാൻ ഞാൻ കാണുകയില്ല. അവസാനം വേണ്ടി കാത്തിരിക്കുന്ന പലർക്കും അവസരം ലഭിക്കാതെ പോകും. അവസരം ലഭിക്കുമ്പോൾ യേശുവുമായി അടുത്ത് ബന്ധപ്പെടുന്നവർക്കായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നൊരു പാപിനിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. കണ്ണുനീര് കൊണ്ടവന്റെ കാല് കഴുകി 300 റാത്തലോളം 300 വെള്ളി പണം വിലയുള്ളതായ ഒരു സുഗന്ധ തൈലത്തിന്റെ ഭരണി പൊട്ടിച്ച് എന്റെ യേശുവിന്റെ കാൽക്കൽ പുരട്ടി. അവന്റെ കാലുകൾ അവൾ തലമുടി കൊണ്ട് തുവർത്തി. എന്റെ യേശു പറഞ്ഞു, ഇവൾ ഇതെന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു. അന്നൊരുക്കിയ സുഗന്ധ തൈലങ്ങളുമായി സഹോദരിമാരെത്തുമെങ്കിലും അത് വൈകിയിരിക്കുമെന്ന് എനിക്കറിയാം. ശരി, സഹോദരിമാർ രാത്രി മുഴുവനും സുഗന്ധവർഗം ഒരുക്കി. അതിരാവിലെ യേശുവിന്റെ കല്ലറയ്ക്കലേക്ക് അവർ വരികയാണ്. മഗ്ദലക്കാരത്തി മറിയയുണ്ട്, യാക്കോബിന്റെ അമ്മ മറിയയുണ്ട്, സൂസന്നയുണ്ട്. ഇവർ ഒരുമിച്ച് യേശുവിന്റെ കല്ലറയ്ക്കലേക്ക് വരികയാണ്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കലെത്തി. വരുന്ന വഴിയിൽ മുഴുവനും അവർക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടും? കല്ല് ആരുരുട്ടും? എവിടുന്ന ചോദ്യം വന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം യേശുവിന്റെ ശവസംസ്കാരം കഴിഞ്ഞതിനെ തുടർന്ന് പ്രകൃത്യാതീത സംഭവങ്ങൾ ഉണ്ടായതിനാൽ പീലാത്തോസ് തന്നെ ഭയന്നിരിക്കുക. ഭൂചലനമുണ്ടാകുന്നതും സൂര്യൻ ഇരുളുന്നതും പാറകൾ വിളരുന്നതും മറ്റും കണ്ട അരികെ നിന്ന പട്ടാള മേലധികാരികൾ ഇവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് വിളിച്ചു പറഞ്ഞു. വാർത്ത പീലാത്തോസിന്റെ അരികിലെത്തി. പീലാത്തോസും ഭയപ്പെട്ടു. ഇവൻ ദൈവപുത്രനായിരുന്നെങ്കിൽ ഞാൻ ചെയ്തതിന് ശിക്ഷയില്ലേ എന്ന് അവന്റെ ഹൃദയം അവനോട് തന്നെ ചോദിച്ചു തുടങ്ങി. ആ സമയത്താണ് യഹൂദന്റെ മഹാപുരോഹിതന്മാർ പീലാത്തോസിന്റെ അടുക്കൽ ചെല്ലുന്നത്. യജമാനനെ, അവൻ ജീവനോടിരുന്ന കാലം പറഞ്ഞൊരു വാക്കോർമ്മയുണ്ട്, ഞാൻ മരിക്കും, 3-ാം നാൾ ഉയർക്കും. യജമാനനെ, അവൻ ഉയർത്തില്ലെങ്കിലും അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ശവം മോഷ്ടിച്ചാൽ
ഒടുവിലത്തെ ചതി പണ്ടത്തേതിനേക്കാളും വലിയതായി മാറും. പീലാത്തോസ് ഭയന്നിരിക്കുകയാണ്. അയ്യോ, അവൻ ഉയർത്താൻ ഇനി എന്തു ചെയ്യും? താൻ ക്രിസ്തു ആയിരുന്നുവെന്നും ദൈവപുത്രനായിരുന്നുവെന്നും ഗ്രഹിച്ച് പ്രകൃത്യാതീത സംഭവങ്ങളിൽ നിന്നും ഗ്രഹിച്ച് കഴിഞ്ഞ പീലാത്തോസ് യേശു ഉയർക്കുമെന്നൊരു പ്രവചനമുണ്ടെന്ന് കേട്ടതോടെ ഭയന്ന് വിറച്ചു. പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു ഉപകാരം ചെയ്യ്, പോയി നിങ്ങളാലാവോളം കല്ലറ ഉറപ്പാക്ക്. ഇതുവരെ നിങ്ങളെ ശുശ്രൂഷിച്ചവന്റെ ശവം ഒരു വേള ഉയർത്താലും വെളിയിൽ വരാതെ അകത്തിരുന്ന് വീണ്ടും ചത്തളിയേണ്ടതിന് നിങ്ങളാൽ കഴിവോളം കല്ലറ ഉറപ്പാക്ക്. ഞാൻ കാവൽ പട്ടാളത്തെ തരാം, നിങ്ങളാൽ കഴിവോളം കല്ലറ ഉറപ്പാക്ക്. മറക്കരുതേ, നാമധേയ സഭയാണ് യേശുവിന്റെ കല്ലറയെ അടപ്പ് ഇട്ട് ഉറപ്പി എന്ന് മറക്കരുത്. അത് പീലാത്തോസ് ചെയ്യുന്ന ജോലിയല്ല, സഭയാണ്. സഭയ്ക്ക് ദോഷം ചെയ്യുന്നത് സഭയാണ്. സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്നത് സഭയാണ്. യഹൂദനോട് പറഞ്ഞു, പോയി നിങ്ങളാലാവോളം, മതമേ നിന്നാലാവോളം കല്ലറ ഉറപ്പാക്ക്, ഞാന് കാവൽ പട്ടാളത്തെ തരാം. അവർ പോയി അവരെ കൊണ്ട് ഒക്കുന്നിടത്തോളം വലിയ ഒരു കല്ലുരുട്ടി കൊണ്ടുവന്നു. ഈ കല്ലറയുടെ വാതുക്കൽ വെച്ചു. റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയർ മുദ്ര അതിന്റെ മേൽ സീൽ ചെയ്തു. പട്ടാളത്തെ കാവലാക്കി വലിയ സംരക്ഷണത്തിൽ യേശുവിന്റെ കല്ലറ വെച്ചിരിക്കുകയാണ്. ദൈവിക വാഗ്ദത്ത പ്രകാരം മൂന്നാം നാളാണ് യേശു ഉയർക്കേണ്ടത്. മൂന്നാം നാളാകുമ്പോഴേക്കും നിശ്ചയമായും ജാഗ്രതയോടെ പടയാളികൾ കാവൽ കാക്കുകയാണ്. അവർക്കും അറിയാം യേശു ഉയർക്കാൻ സാധ്യതയുണ്ട്. കല്ലറയ്ക്കകത്ത് വല്ല അനക്കവുമുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്ന് സുരേഷ് ബാബു പറയുന്നത് കേൾക്കാം. രണ്ടുമാകട്ടെ, അവരതിജാഗ്രതയോടുകൂടെ ആയുധങ്ങൾ പിടിച്ചുകൊണ്ട് ആരെങ്കിലും അടുത്തു വന്നാൽ കുത്തിക്കളയും വെട്ടിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തൊരു സൈൻ ഉണ്ടായി. വസ്ത്രം ധരിച്ച ഒരു ദൂതൻ ആകാശത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന വരവ് ഈ കാവൽക്കാർ കണ്ടു. ഇത് കാണുകയും അവർ മരിച്ചവരെ പോലെ പുറകോട്ട് മലർക്കുകയുമായിരുന്നു. മറിഞ്ഞു വീണ കാവൽക്കാരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദൂതൻ വരികയും, എന്റെ വിശ്വാസത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ചർച്ച പറഞ്ഞിട്ടുണ്ട്, ഈ ഇടത്തെ കാലിന്റെ പുറത്തെ വശം കൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയർ മുദ്ര വഹിച്ച ആ കല്ലിനിട്ടൊരു തൊഴിതൊഴിക്കുകയും ആ കല്ലുരുണ്ട് അതിന്റെ സ്ഥാനത്ത് മാറിപ്പോകുകയും ഉയർത്തെഴുന്നേറ്റവനായ യേശു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ വെളിയിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭമായിരുന്നു. ഹല്ലേലൂയ! അതാണ് ഉയർപ്പിന്റെ സുദിനം. നസ്രയനാകുന്ന യേശു ഉയർത്തെഴുന്നേറ്റവനായി കല്ലറ വിട്ട് വെളിയിലേക്ക് വന്നു. ഈ സമയത്താണ് സ്ത്രീകൾ യേശുവിന്റെ കല്ലറ കാണുവാൻ വന്നത്. അവരുടെ ചോദ്യം ഉണ്ടായിരുന്നത്, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടും? എന്റെ മുമ്പിൽ ഒരു വൻ പ്രശ്നമുണ്ട്, എനിക്ക് ദൈവത്തെ സേവിക്കണം. ആർ കല്ലുരുട്ടും? എന്നെ കൊണ്ട് ഉരുട്ടുവാൻ കഴിയാത്ത, എന്നെ കൊണ്ട് സാധിക്കുവാൻ കഴിയാത്ത ആ വലിയത് എനിക്ക് എങ്ങനെ ചെയ്യുവാൻ കഴിയും? ഇത് ചോദിച്ചു കൊണ്ടുവരുമ്പോൾ കാണുന്ന കാഴ്ച, കല്ല് വേണ്ട പോയി കഴിഞ്ഞു. മാത്രമല്ല, ഇറങ്ങി വന്ന് തൊഴിച്ച ദൂതൻ ആ കല്ലിന്റെ മേൽ പോയി ഇരിക്കയാ. കല്ലിന്റെ മേൽ ദൂതൻ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ട്രിവാൻഡ്രത്തൊരു പാസ്റ്റർ ജയൻ സാറുണ്ട്. ഏറെക്കുറെ 22 വർഷങ്ങൾക്ക് മുന്നമേ ജയൻ സാർ ബാംഗ്ലൂർ വന്നപ്പോൾ പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനായിരിക്കും ആ ദൂതൻ പോയി കല്ലേ കയറിയിരുന്നതെന്ന്. ദൂതൻ എന്നെ കല്ല് കഴിച്ചിട്ടാണോ കല്ലേ കയറിയിരുന്നത്? അല്ല, ഇനി ഒരിക്കലും ഈ കല്ല് നിന്റെ വഴിയിൽ വരികയില്ല എന്ന് ഉറപ്പ് തരേണ്ടതിന് ഉരുട്ടി മാറ്റിയ കല്ലിന് കാവലായി ദൂതൻ തന്നെ ഇരിക്കുന്ന ചരിത്രം കാണാം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, എന്റെ കർത്താവ് നിങ്ങളുടെ പ്രതികൂലം ഉരുട്ടിയാൽ ഉരുണ്ടു മാറിയ പ്രതികൂലം മടങ്ങി വരാതെ കാവലിരിക്കുന്ന ദൂതനായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിന്റെ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തെറിച്ചു മാറുവാൻ, അതിന് ഒരിക്കലും വഴിയിൽ മടങ്ങി വരാതെ അതിന്റെ മേൽ ദൂതൻ കാവലിരിക്കുവാൻ ഇന്ന് ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം അക്കാര്യം ചെയ്തുകൊള്ളും. ഉയർപ്പിന്റെ സുദിനത്തിന് മറ്റൊരു സദ്വർത്തമാനമുണ്ട്. ഞാൻ പ്രതിസന്ധികളെ ഉരുട്ടി മാറ്റുന്ന ദൈവമാണ്. അതിന്റെ മേൽ എന്റെ ദൂതനെ കാവലിരുത്തും. അത് ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്യട്ടെ. ദൈവം അക്കാര്യം വ്യക്തികൾക്ക് വേണ്ടി നിർവഹിക്കട്ടെ. ഓരോ ഏരിയകൾ, ഓരോ കുടുംബ ഉയർപ്പിന്റെ സുദിനം ഇന്ന് ആഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ, ഉരുണ്ടു മാറേണ്ട കല്ലുകൾ യേശുവിന്റെ നാമത്തിൽ ഉരുണ്ടു മാറുവാൻ കാവലിരിക്കേണ്ട ദൂതന്മാർ അവയുടെ മേൽ കാവലിരിക്കുവാൻ ഇന്ന് തിരുസഭയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കട്ടെ. ഹല്ലേലൂയ! മറിയമാർ ഓടി വന്ന് കല്ലറയിൽ കയറി. അവരവിടുന്ന് കേട്ട ഒരു വാർത്തയുണ്ട്. വാക്യങ്ങൾ വായിക്കാൻ പ്രയാസമാ. ലൂക്കോസിന്റെ സുവിശേഷം 24:5. അവനിവിടെ ഇങ്ങ് ഇല്ലെന്നേ, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. നിങ്ങൾ നസ്രായനാകുന്ന യേശുവിനെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവനെ അന്വേഷിക്കുന്നതെന്ത്? നിങ്ങൾ അവനെ ക്രൂശിക്കപ്പെട്ടവനായി കണ്ടത് സത്യം. അവന്റെ
കല്ലറയിൽ കൊണ്ട് വെക്കുന്നത് കണ്ടത് സത്യം. എന്നാൽ നിങ്ങൾ കാണാത്ത ചിലത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. അവൻ മരിച്ചവനല്ല, എന്റെ യേശു മരിച്ചവനല്ല. മലയാളത്തിലൊരു ക്രിസ്തീയ പാട്ടുണ്ട്, ഉലക മഹാന്മാർ അഖിലരും ഒരുവോൾ ഉറങ്ങുന്നു കല്ലറയിൽ. എന്നാൽ നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം തുറന്ന കല്ലറയുടെ യജമാനൻ. മരിച്ചവരുടെ ഇടയിലല്ല നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്നതെന്ന്. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ നേരത്തെ പറഞ്ഞതുപോലെ എമ്മൗസിലേക്ക് പോകയാ. ഓ ഗോഡ്, മഗ്ദലക്കാരത്തി മറിയ പോയില്ല, അവിടെ തന്നെ നിന്നു. മറ്റേ മറിയ മാറി നിന്നു. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശുവിനോടുള്ള സ്നേഹം സഹിക്കാൻ കഴിയുന്നില്ല. അവൾ നിൽക്കുമ്പോൾ വെളിയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്ന കാഴ്ച കണ്ടു. തോട്ടക്കാരനായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു. ആ മനുഷ്യനൊരു ചോദ്യം ചോദിച്ചു, സ്ത്രീയെ നീ കരയുന്നതെന്ത്? സ്ത്രീയെ നീ കരയുന്നതെന്ത്? അറിയാവുന്ന യേശുവായി ചോദ്യം ചോദിക്കുന്നതെന്ന് മറക്കരുത്. ഇന്ന് പകൽ ഭാരപ്പെടുന്നവരോട് യേശുവിനെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ചോദിക്കുന്നേ, എൻ്റെ വാ കൊണ്ടൊന്ന് പറഞ്ഞു കേൾക്കാൻ വേണ്ടിയാ. സ്ത്രീയെ നീ കരയുന്നതെന്ത്? അവൾ പറഞ്ഞു, യജമാനനെ, എൻ്റെ യേശുവിനെ കാണുന്നില്ല, അവനെ ആരാ എടുത്തോണ്ട് പോയെന്ന് അറിയത്തില്ല. അവൻ എവിടെയാന്ന് പറഞ്ഞു തരാമെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം. 33 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരന്റെ ജഡം എടുത്തുകൊണ്ട് നടക്കുവാൻ മറിയ, നിനക്ക് ആരോഗ്യമില്ല, നിന്റെ ആരോഗ്യത്തിന്റെ ലിമിറ്റ് മറന്നച്ചല്ലയാ പറഞ്ഞത്, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. യേശുവിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഒരു വിളി വിളിച്ചു, മറിയേ. ആ സ്വരം അവൾ തിരിച്ചറിഞ്ഞു. പലപ്പോഴും നമുക്ക് കണ്ടാൽ അറിയത്തില്ലെങ്കിലും സ്വരം തിരിച്ചറിയാം. പലപ്പോഴും ദൈവിക ശബ്ദം നമുക്ക് അറിയാം. അതൊരു പ്രവാചകനിലൂടെ വന്നെന്ന് വരാം, അത് ഈ മൈക്കിലൂടെ വന്നെന്ന് വരാം, അത് നമ്മുടെ ഹൃദയത്തിൽ കേട്ടെന്ന് വരാം, അതൊരു സ്വപ്നത്തിലായി എന്ന് വരാം, അതൊരു പക്ഷങ്ങൾ തിരുവചനം വായിക്കുമ്പോഴായി എന്ന് വരാം, അതൊരു പാട്ടിന്റെ ഈരടിയിലായി എന്ന് വരാം. ആ ശബ്ദം കേട്ടാൽ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. മറിയേ എന്നൊരു വിളി വിളിച്ചു. അവൾ പറഞ്ഞു, റബ്ബൂനി, എന്റെ ഗുരുവേ. അവൾക്ക് പാദത്തിലൊന്ന് കുമ്പിടണമായിരുന്നു. മറിയ ഓടിയടുത്ത് യേശു പറഞ്ഞു, തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെയും പോയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയി പത്രോസിനോടും പിന്നെ എൻ്റെ സഹോദരന്മാരോടും, ഞാൻ ഒരിക്കലും എടുത്തതാ, പോയി പത്രോസിനോടും പിന്നെ എൻ്റെ സഹോദരന്മാരോടും പറ. അത് മർക്കോസിന്റെ സുവിശേഷത്തിലേ ഉള്ളൂ. ഞാൻ ഉയർന്നേറ്റു. എന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് ഉണ്ടല്ലോ, പോയി ആദ്യം അവനോട് പറ. എനിക്കിനി അവനെ ഉപയോഗിക്കാനുണ്ട്. അവനൊന്ന് പരാജയപ്പെട്ടത് കൊണ്ട് ഞാൻ വിട്ടില്ല, ഒന്ന് പിന്മാറിയത് കൊണ്ട് ഞാൻ തള്ളിയില്ല. നിങ്ങൾ പോയി പത്രോസിനോട് പറ. മലയാള വേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോടും പത്രോസിനോടും ശിഷ്യന്മാരോടും പത്രോസിനോടും പറയാനാ. പക്ഷേ ഗ്രീക്കിന്റെ ശൈലി അനുസരിച്ച് ആദ്യം ഏകവചനവും പിന്നെ ബഹുവചനവും ഉപയോഗിക്കുന്നേ. ആ ശൈലിയിൽ നിങ്ങൾ പോയി ഏകവചനം പത്രോസിനോടും പിന്നെ ബഹുവചനം എൻ്റെ സഹോദരന്മാരോടും പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന് തള്ളിപ്പറഞ്ഞ പത്രോസിന് ഓർമ്മയുണ്ട്. താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യം വിളിച്ചത് മറിയയുടെ പേരാണ്, രണ്ടാമത് പറഞ്ഞത് പത്രോസിന്റെ പേരാ. ഒരു സന്ദേശം പറഞ്ഞയക്കുന്നത് ആദ്യം പത്രോസിന്റെ അടുക്കലാ. പോയി പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റു. നിന്റെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരിക, നിന്റെ വീഴ്ചയിൽ നിന്ന് മടങ്ങി വരിക. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ബലഹീനതയിൽ നിന്ന് എഴുന്നേൽക്കാം, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാം. യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, യേശു ജീവിക്കുന്നു. ജീവനുള്ളവനെ മരിച്ചവരുടെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഞാൻ നിർത്തട്ടെ. യേശു അന്ന് 2 ശിഷ്യന്മാർക്ക് എമ്മൗസിലേക്ക് പോകുമ്പോൾ പ്രത്യക്ഷനായി.